السلام عليكم ورحمة الله وبركاته. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله أرسله بالدين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ വിമലീകരിക്കണേ എന്ന ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. സൂറത്തുൻ നജ്മിലെ 32 മുതലുള്ള ഏതാനും സൂക്തങ്ങളാണ് 33 മുതലുള്ള ഏതാനും വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫറഅയ്തല്ലദീ തവല്ലാ വഅഅതാ ഖലീലൻ വഅക്ദാ അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليهم نشأة الأخرى. അഫറഅയ്തല്ലദീ തവല്ല, തിരിഞ്ഞു കളയുന്നവരെ താങ്കൾ കണ്ടുവോ?
വഅഅതാ ഖലീലൻ വഅക്ദാ. അവൻ അല്പമൊക്കെ നൽകുന്നു, എന്നിട്ട് വഅക്ദാ, പിന്നീട് അവൻ നിർത്തിവെക്കുന്നു. വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ച വചനമാണ്. അതിൻ്റെ മറ്റു ഭാഗങ്ങൾ, വിശദമായ വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്. സമയം കുറവ് കൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ. ഇങ്ങനെ കൊടുത്ത് തനിക്കിത് ഉപകാരപ്പെടുകയില്ല എന്ന് ധരിക്കാൻ അവൻ്റെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടോ? അവൻ കാണുന്ന രൂപത്തിൽ അംലം യുനബ്ബ ബിമാ ഫീ സുഹ്ഫി മൂസ, അഥവാ മൂസാ നബിക്ക് നൽകപ്പെട്ട ഏടുകളിൽ അതിനെ കുറിച്ച് അവന് വിവരം നൽകപ്പെട്ടിട്ടില്ലേ, വിവരം ലഭിച്ചിട്ടില്ലേ? വ ഇബ്രാഹീമല്ലദീ വഫ, കടമകൾ സമ്പൂർണമായി നിറവേറ്റിയ ഇബ്രാഹിം നബിയുടെ ഏടുകളിലുള്ളതിനെക്കുറിച്ചും. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, എന്താണ് ആ ഏടുകളിലെല്ലാം, ആ രേഖകളിലെല്ലാം ഉള്ളതെന്താണ്? പാപം പേറുന്ന ഒരാൾക്കും മറ്റൊരുവന്റെ പാപം പേറാൻ കഴിയില്ല. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യൻ അവൻ എന്താണോ സ്വയം ചെയ്തിട്ടുള്ളത്, അവന് വേണ്ടി അവൻ എന്താണോ ചെയ്തത്, അവന്റെ പ്രയത്നം എന്താണോ അതല്ലാതെ അവന്റെ അടുക്കലില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, അവന്റെ പ്രയത്നം പിന്നീട് വഴിയിൽ വെച്ച്, അഥവാ അവന്റെ ഈ ജീവിതയാത്രക്കൊടുവിൽ അവന് കാട്ടിക്കൊടുക്കപ്പെടും എന്നാണ്. യൗമ തുബ്ല സറായിർ, എല്ലാ നിഗൂഢതകളും പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടും. ثم يجزاه الجزاء الأوفى, പിന്നീട് അവന് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നതാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ശേഷമുള്ള വചനം വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, തീർച്ചയായും തന്റെ രക്ഷിതാവിങ്കലേക്ക്, അൽ ഖാലിഖ് അൽ ബാരി അൽ മുദബ്ബിർ, അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക, ഉടമപ്പെടുത്തുക. അൽ ഖാലിഖ് അൽ ബാരി അൽ മുദബ്ബിർ, ഇങ്ങനെയുള്ള തന്റെ രക്ഷിതാവിങ്കലേക്ക് അവൻ ചെന്നണയും. മുൻതഹ, ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നാണ് അർത്ഥം. സിദ്റത്തുൽ മുൻതഹ, ഇന്ദ സിദ്റത്തിൽ മുൻതഹ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ ഇലന്തമരം. അപ്പോൾ ഒരു വിഷയത്തിന്റെ അറ്റം, അതാണ് മുൻതഹ എന്ന് പറഞ്ഞാൽ. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, അവൻ തന്നെയാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും. വഅന്നഹു ഹുവ അമാത വഅഹ്യ, അവൻ തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനും. അമാത മരിപ്പിക്കുക, അഹ്യ ജീവിപ്പിക്കുക. ലഹിക ചിരിച്ചു, അൽഹക ചിരിപ്പിച്ചു. ബക്ക കരഞ്ഞു, അബ്ക കരയിപ്പിച്ചു. വഅന്നഹു ഖലഖ الزوجين الذكر والأنثى,
അവൻ തന്നെയാണ് രണ്ട് ഇണകളെ സൃഷ്ടിക്കുന്നത്. ആ ഇണകൾ ആരൊക്കെയാണ്? അദ്ദക്കർ വൽ ഉൻസ. ഒന്ന് ആണാണ്, മറ്റൊന്ന് പെണ്ണാണ്. മിൻ നുത്ഫത്തിൻ ഇദാ തുംന. ആ സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ്? മിൻ നുത്ഫ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഒരു ഇന്ദ്രിയത്തിന്റെ തുള്ളിക്കാണ് നുത്ഫ എന്ന് പറയാം. ഇദാ തുംന, അത് സ്രവിക്കപ്പെടുകയാണ്. ഗർഭാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്ന നുത്ഫയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. അന്ന അലൈഹി, അവന്റെ മേൽ ബാധ്യതയാണ് അന്നശ്അത്തൽ ഉഖ്റ, ഇനി മറ്റൊരിക്കൽ കൂടി അവനെ നിർമ്മിക്കല്, ഉൽപ്പാദിപ്പിക്കല്. നശ്അത്ത്, ഉൽപ്പത്തി. എന്താണ് ഈ വചനങ്ങളിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്? നമുക്കറിയാം, നമ്മുടെ സൃഷ്ടാവിങ്കൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാവരും. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവങ്കലേക്ക് മടക്കപ്പെടുന്നവരുമാണ്. അപ്പൊ എല്ലാവരും അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അതാണ് വ ഇന്ന ഇലാ റബ്ബിക അർറുജ്അ. റജഅത്ത്, നമ്മുടെ മടക്കവും അവങ്കലേക്ക് തന്നെയാണ്. അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. മുൻതഹ എന്ന് പറഞ്ഞാൽ അർജഅത്താണ്. ഇന്ന ഇലൈന ഇയാബഹും തുമ്മ ഇന്ന അലൈന ഹിസാബഹും. എന്തിനാണ് അവങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്? തിരിച്ചു ചെല്ലേണ്ടതിന്റെ അനിവാര്യത എന്താണ്? അതാണ് ഹിസാബ്. വിചാരണയ്ക്ക് വേണ്ടി അവങ്കലേക്ക് നമ്മളെല്ലാവരും തിരിച്ചു പോകും. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എവിടേക്കാണ് നമ്മുടെ മഫർ? നമുക്ക് ഓടിച്ചെല്ലാനുള്ള സങ്കേത സ്ഥലം എവിടെയാണെന്ന് ഓരോ മനുഷ്യനും അന്ത്യനാളിൽ ആരായുമെന്നാണ്. കല്ലാ ലാ വസർ, ഒരു രക്ഷയുമില്ല. പിന്നെ എവിടെയാണ് രക്ഷ? ഇലാ റബ്ബിക യൗമഇദിൻ അൽ മുസ്തഖർ. അതാണ് മുസ്തഖർ, മുൻതഹ. നമ്മുടെ സങ്കേതം റബ്ബിങ്കലേക്കാണ്. എന്തിനാണ് അങ്ങോട്ട് തിരിച്ചു പോകുന്നത്? അവൻ്റെ അടുക്കൽ നിന്നാണ് വന്നത്. അവൻ്റെ ആത്മാവിൽ നിന്ന് ഗർഭാശയത്തിൽ 4-ാം മാസത്തിൽ ഊതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. അന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ഇവിടെ വെച്ച് ചെയ്തതെല്ലാം അവിടെ വെച്ച് നമ്മെ അറിയിക്കും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. അന്ന് മനുഷ്യൻ അവന് തന്നെ എതിരായി മാറും. നമ്മുടെ ചെയ്തികൾ നമുക്ക് അനുകൂലമല്ലാത്ത രൂപത്തിൽ നമ്മുടെ അവയവങ്ങൾ സാക്ഷി പറയുമ്പോൾ നമ്മൾ സ്വന്തത്തെ പഴിചാരുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ. പടച്ച റബ്ബിന്റെ മുമ്പിൽ പരിഭാഷകരില്ലാതെ നേർക്ക് നേരെ സംവദിക്കുന്ന സമയത്ത് നാനാഭാഗത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കർമ്മങ്ങൾ മാത്രമേ അവൻ കാണൂ. നന്മയാണെങ്കിൽ ആ നന്മ കാണും, തിന്മയാണെങ്കിൽ ആ തിന്മ കാണും. അതുകൊണ്ട് അവൻ വജദ്ത ഖൈറൻ ഫൽയഹ്മദില്ലാ. നിങ്ങൾ ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോൾ നന്മയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാം. വമൻ വജദ്ത ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. അതല്ല, നന്മക്ക് പകരം നിങ്ങൾ തിന്മയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പഴിചാരാം. പടച്ചവനെ പഴിചാരാൻ കഴിയില്ല. കാരണം നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്രവും
സ്വതന്ത്ര ബുദ്ധിയും സ്വാതന്ത്ര്യവും വിവേകവും എല്ലാം നൽകപ്പെട്ട ഒരു സവിശേഷമായ സൃഷ്ടിയായിരുന്നു മനുഷ്യനി. അതുകൊണ്ട് എപ്പോഴും അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, എനിക്ക് ചെന്ന് ആശ്രയിക്കേണ്ട, അതാണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ. എല്ലാ സൃഷ്ടികൾക്കും ആശ്രയിക്കേണ്ട, അവലംബമായി സ്വീകരിക്കേണ്ട, അവസാനം ചെന്നെത്തേണ്ട ആ സങ്കേതം അതൊരോ മനുഷ്യനെയും കാത്തിരിക്കുന്നുണ്ട്. വഅന്നഹു ഹുവ അൽഹക വഅബ്ക, അവൻ തന്നെയാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് നിങ്ങളെ കരയിപ്പിക്കുന്നവൻ. മനുഷ്യരിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് വികാരങ്ങളാണിത്, ചിരിയും കരച്ചിലും. സ്വഹാബകളെ കുറിച്ച് ഹദീസുകളിൽ കാണാം, അവർ അശദ്ദുൽ ബുക്ക, അതിശക്തമായി കരയുന്നവരായിരുന്നു. അതോടൊപ്പം അവർ ചിരിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ചിരി ഇലിയായി പോകുന്നതിന് ശ്രദ്ധിക്കണം. വലാ തുക്സിരിൽ ലഹിക് ഫഇന്ന കസറത്തുൽ ലഹിക് തുമീതുൽ ഖൽബ്. അമിതമായ ചിരി, കുടുത്തം വിട്ട ചിരി എന്നൊക്കെ പറയില്ല നമ്മള്, അല്ലെങ്കിൽ പരിഹാസച്ചിരി, ഇത് നിങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ ഹൃദയത്തെ അത് മരിപ്പിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. വൈലുല്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിൽ ഖൗം. അങ്ങനെ പൊട്ടിച്ചിരിച്ച് ജനങ്ങളെ ആർമാദിപ്പിക്കാൻ വേണ്ടി അതിശയോക്തി കലർത്തി കളവ് പറയുന്നവർക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയം റസൂലുള്ളാഹ് പല സന്ദർഭങ്ങളിലും ചിരിച്ചിട്ടുണ്ട്. ഹത്താ ബദത്ത് നവാജിദുഹു, നബിയുടെ അണപ്പല്ല് കാണുമാർ പ്രവാചകൻ ചിരിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹ് വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവിയുടെ കളിപ്പാട്ടങ്ങൾ കാണുക. ആയിഷ ബീവി ചെറിയ കുട്ടിയാണല്ലോ. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ 9 വയസ്സ് പ്രായമുള്ള ആ സന്ദർഭത്തിൽ കളിപ്പാട്ടങ്ങളെ കണ്ടപ്പോ റസൂലുള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്? ഇതിന്റെ കളി എന്റെ ടോയ്സ് ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കുതിരയെ കണ്ടു. റസൂലുള്ളാഹ് ചോദിച്ചു, ആയിരിക്കുന്നത് എന്താണ് ആയിഷ? അതെന്റെ കുതിരയാണ്. അപ്പൊ ആ കുതിരയുടെ 2 ഭാഗത്തും ആയിഷ ബീവി സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കുതിരയാണ്. 2 ഭാഗത്തേക്കും ശീലകൾ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നുണ്ട്, കൊമ്പുകൾ പോലെ. അപ്പൊ റസൂലുള്ളാഹ് ചോദിക്കുകയാണ്, കുതിരക്ക് കൊമ്പുണ്ടാകുമോ? ചിരിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, കുതിരക്ക് കൊമ്പുണ്ടാകുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കുതിരക്ക് കൊമ്പുള്ളതായിട്ട് ഖുർആനിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് കേട്ടപ്പോ ലഹിഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത്ത് നവാജിദുഹു എന്ന, അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ പ്രവാചകൻ ചിരിച്ചു എന്നാണ്. ഒരുപാട് അൽ മവാഖിഉ അല്ലത്തി ലഹിഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു കൃതി തന്നെ മുസ്ലിം ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പുഞ്ചിരിച്ച നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ സൗദ ബീവിയും അതേപോലെ തന്നെ ആയിഷ ബീവിയും സംസാരിക്കുകയാണ്. പ്രവാചകൻ അവരുടെ ഇടയിലിരുന്നു. 2 പേരുടെയും പിന്നെ മടിയിലേക്ക് ഓരോ കാലുകൾ കയറ്റി വെച്ചിരുന്നു എന്നാണ്. ആ സമയത്ത് അവിടെ അല്പം ഭക്ഷണം, പായസം പോലുള്ളൊരു ഭക്ഷണ പദാർത്ഥം അവിടെ കൊണ്ടുവരപ്പെട്ടപ്പോൾ സൗദ ബീവി സൗദ ബീവിയോട് അത് കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. സൗദ ബീവി വിസമ്മതിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആയിഷ ബീവി അതിൽ നിന്ന് അല്പം കൈകൊണ്ട് കോരിയെടുത്തിട്ട് അവരുടെ വായിൽ വെച്ചപ്പോൾ അത് കവിളിലായി. റസൂലുള്ളാഹി അത് കണ്ട് ആസ്വദിച്ച് പുഞ്ചിരിക്കുകയാണ്. സൗദ ബീവിയോട് തിരിച്ചു പറയാണ്, ആയിഷയുടെ മുഖത്തും അതേപോലെ പെരട്ടണം എന്ന്.
ആയിഷ ബീവി വിസമ്മതിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെച്ചു. ആയിഷ ബീവിയെ കൊണ്ട് അവരുടെ മുഖത്ത് അത് തേച്ചു. ആയിഷ ബീവി സൗദാ ബീവിയെ തേച്ചതുപോലെ തന്നെ പകരം ചെയ്യിച്ചു എന്നാണ്. എന്നിട്ട് അത് കണ്ട് ആസ്വദിച്ച് പ്രവാചകൻ പുഞ്ചിരിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. നമ്മൾ പ്രവാചകനാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗൗരവത്തിൽ മസിലും പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല അവിടെ നിന്ന്. പ്രവാചകൻ കൂടെയുള്ളവരെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. സ്വഹാബികൾ പറയുന്നുണ്ട്, നബിയെ ഇന്നകല തുദാഇബുന, നിങ്ങൾ ഞങ്ങളെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ടല്ലോ പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചിരിപ്പിക്കും, പക്ഷേ ലാ അഖൂലു ഇല്ലാ ഹഖ, ഈ നാവ് കൊണ്ട് സത്യം അല്ലാതെ ഞാൻ പറയില്ല. കളവ് പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കില്ല. തമാശകൾ പറഞ്ഞ്, സത്യത്തോട് നിരക്കാത്ത തമാശകൾ പറയില്ല. അങ്ങനെയായിരുന്നു നേതാവ്. അതേസമയം ആ നേതാവ് തന്നെ കരഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് സമയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. വിശ്വാസികളുടെ ക്വാളിറ്റിയാണ്. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ ഖറു സുജ്ജദൻ വബുക്കിയ. അവരുടെ മേൽ ആയത്തുകൾ കേട്ടാൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടവർ സുജൂദിലേക്ക് പോകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. فإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق. മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അതിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണല്ലോ ഇതിലുമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അവർ കണ്ണുനീർ പൊഴിക്കുന്നതായിട്ട് നിനക്ക് കാണാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. നജാശി രാജാവ് കരഞ്ഞത്, അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും പണ്ഡിതന്മാരും എല്ലാം ഇത് കേട്ടപ്പോൾ കരഞ്ഞത്. അങ്ങനെ കരയുന്ന കണ്ണുകൾ, ഐനാനിലാ തമസ്സുഹുമന്നാർ, രണ്ട് വിഭാഗം ആളുകളുടെ കണ്ണുകൾ നരകം സ്പർശിക്കില്ല എന്നാണ്. ഒന്ന്, ഐനുൻ ബാത്തത്ത് തഹ്റുസു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന കാവൽഭടന്മാർ. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തികളിൽ ആ രാഷ്ട്രത്തിൻ്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാഷ്ട്രം, ഏത് രാഷ്ട്രമായാലും വിശ്വാസിയാണോ അവിടെയുള്ള പട്ടാളക്കാർ, അവിടെയുള്ള പ്രജകളുടെ ജീവനും ആ പ്രജകളുടെ സമ്പത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ശത്രുവിൻ്റെ കടന്നാക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കാവലിരിക്കുന്ന കാവൽഭടന്മാർ, അവർക്ക് അതിൻ്റെ പേരിൽ ഉറക്കമൊഴിക്കേണ്ടി വരുന്നുണ്ട്. തഹ്റുസു ഫീ സബീലില്ലാ, അവർക്ക് അവരുടെ കണ്ണുകൾ ഒരിക്കലും അഗ്നി നരകം സ്പർശിക്കുകയില്ല എന്നാണ്. മറ്റൊരു കണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 7 വിഭാഗം ആളുകളുണ്ടല്ലോ, അർശിന്റെ തണൽ വിരിക്കുന്ന 7 വിഭാഗം ആളുകൾ. നീതിമാനായ ഭരണാധികാരി, ചെറുപ്പം മുതലേ അള്ളാഹുവിനെ ആരാധിച്ച് വളരുന്ന യുവാക്കൾ, പ്രായമാകട്ടെ പെൻഷനാകട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കില്ല. എപ്പോഴാണ് മരണം പിടികൂടുക എന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും ചെറുപ്പം മുതൽ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുമായ പള്ളിയുമായി എപ്പോഴും ഹൃദയബന്ധം സ്ഥാപിക്കുന്ന 3ാമത്തെ വിഭാഗം. അതേപോലെ തന്നെ 2 മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും അതിനു വേണ്ടി ഒരുമിച്ച് കൂടുകയും ആ രൂപത്തിൽ തന്നെ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന വിഭാഗം. ഭംഗിയും പ്രതാപവും തറവാടിത്തവുമുള്ള കുലീനയായ ഒരു സ്ത്രീ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്നി അഖാഫുല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്തിരിഞ്ഞ മറ്റൊരു വിഭാഗം. അതാണ് 5ാമത്തത്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്തത്ര മാത്രം രഹസ്യമായി ധർമ്മം ചെയ്ത ധർമ്മിഷ്ഠൻ 6ാമത്തെ വിഭാഗം. 7ാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ.
ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുമെന്നാണ്. അങ്ങനെയുള്ള ആളുകളുടെ കണ്ണ് നരകം സ്പർശിക്കുകയില്ല. രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി കാവലിരിക്കുന്ന യോദ്ധാക്കള്, പട്ടാളക്കാർ. അതേപോലെ തന്നെ ഒഴിഞ്ഞിരുന്നു അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണുകൾ. അത് രണ്ടും സ്പർശിക്കും. അപ്പൊ കരയുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു വികാരമാണ്. കരച്ചിലിലൂടെ ഒരുപാട് ആശ്വാസം മനുഷ്യന് കിട്ടും. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ തന്നെ കാണാം, അല്ലാഹുമ്മ ർസുഖ്നി ഐനൈനി ഹത്വാലതൈനി തശ്ഫിയാനിൽ ഖൽബ ബിദുറൂഫി ദുമൂഇ മിൻ ഖശിയതിക. അല്ലാഹുവേ, നിന്നെ ഓർത്തുകൊണ്ട് കരയുന്ന രണ്ട് കണ്ണുകൾ എനിക്ക് നൽകണം. ആ കണ്ണുനീരിലൂടെ എൻ്റെ കൽബുകൾക്ക് ശമനം ലഭിക്കണം. ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന സ്ട്രെസ്സുകൾ, അതിനെല്ലാമുള്ള റിലാക്സേഷനാണ് സത്യത്തിൽ കണ്ണുനീർ എന്ന് പറയുന്നത്. ആ കൽബിലുള്ള അഴുക്കുകളുടെ പുറന്തള്ളലാണ് യഥാർത്ഥത്തിൽ കണ്ണുനീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കരയാൻ നമ്മൾ പഠിക്കണം, ചിരിക്കാനും പഠിക്കണം. കുട്ടികളൊക്കെ ചിരിക്കുമ്പോൾ അടിച്ചമർത്താറാണ് പലപ്പോഴും ഉള്ളത്. എൻ്റെ ആ ചിരി നല്ലതിനല്ല എന്ന് പറയും. നല്ല ചിരിയെ പ്രോത്സാഹിപ്പിക്കണം, ആക്കി ചിരിക്കുക എന്ന് പറയും. ഇന്നല്ലദീന കഫറൂ മിനല്ലദീന ആമനൂ യദ്ഹക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. വിശ്വാസികളെ കാണുമ്പോൾ അവിശ്വാസികൾ കളിയാക്കി ചിരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ കളിയ മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കുന്നതാണ് ഒഴിവാക്കേണ്ടത്. തമാശ പറഞ്ഞ് ചിരിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കരയുന്ന കുട്ടികളെ രണ്ട് രൂപത്തിലും നിരുത്സാഹപ്പെടുത്തുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതവർ അള്ളാഹു വെച്ച ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. അതിന് വിട്ടുകൊടുക്കാൻ അനുവദിക്കണം. ഇന്നഹു ഹുവ അൽഹക വ അബ്ക വഅന്നഹു ഹുവ അൽഹക വ അബ്ക. അവനാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്. വഅന്നഹു ഹുവ അമാത വ അഹ്യ. അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്. അഹ്യ, അമാത വ അഹ്യ എന്നാണ്. മൗത്തും ഹയാത്തും ഇതും നിങ്ങൾക്ക് നിശ്ചയിച്ചത് അവനാണ് എന്ന് പറഞ്ഞാൽ, ഇതും മനുഷ്യന് ഒരു നിലക്കും ഒഴിച്ചുകൂടാനാവാത്ത അവന്റെ രണ്ട് ജനിച്ചാലുള്ള അനിവാര്യമായ ഹത്മിയായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ, മരണവും ജീവിതവും സംവിധാനിച്ചത് തന്നെ നന്മകൾ ചെയ്ത് ആരാണ് മുന്നേറുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ജനിച്ച് മരിക്കുന്നതിനിടയിൽ നന്മകൾ ചെയ്യാനുള്ള വേദിയായി ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യനും അതിനെ രുചിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇവിടെ ചില മുഫസ്സിറുകൾ അത് ഹൃദയത്തിന്റെ മരണത്തെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. ആത്മീയമായ മരണം. ഹുവല്ലദീ യുമീത്തുൽ ഖൽബ സുമ്മ യുഹ്യീഹി ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ ഹുവ ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജി മിൻഹാ. അവനാണ് ഹൃദയങ്ങളെ മരിപ്പിക്കുന്നവൻ. ആ ഹൃദയങ്ങളെ മരിപ്പിച്ചാൽ പിന്നീട് ചില ആളുകൾക്ക് അള്ളാഹു അതിന് പുനർജീവൻ നൽകും, അതിന് പ്രകാശം നൽകും. ആ പ്രകാശവുമായി വിശുദ്ധ ഖുർആനിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രതീകമായി അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കും. അവൻ ഹൃദയം മരിച്ചുപോയി കൂരിരുട്ടിൽ അകപ്പെട്ടവനെ പോലെയാകില്ല. ലൈസ ബിഖാരിജി മിൻഹ. ആ കൂരിരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കയത്ത് നീന്തി തുടിക്കുന്ന ആ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്ന മനുഷ്യനെ പോലെ അവനാകില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് വിശുദ്ധ ഖുർആനിലേക്ക്, റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകണം. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന സന്ദേശത്തിലേക്കാണ് അവർ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഫഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ.
ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിന് സജീവത നൽകപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത് ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതാണ് ലിമാ യുഹയ്യീക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആത്മീയമായ പുനർജീവൻ, ആത്മീയമായ പുനരുദ്ധാനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഏതായാലും ശരി, മരണം എന്നുള്ളത് ഒരു സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതം നമുക്ക് കൈവരിക്കണമെങ്കിൽ ആത്മീയമായ ഒരു ഉന്മേഷം, ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. രണ്ടർത്ഥത്തിലും ആ പ്രയോഗം വളരെ പ്രസക്തമാണ്. വഅന്നഹു ഖലഖ الزوجين الذكر والأنثى, അവനാണ് ഖലഖ الزوجين, ഇണകളായി സൃഷ്ടിച്ചത്, ആണിനെയും, ദക്കറ വൽ ഉൻസ ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ ആധിപത്യം. യഖ്ലുഖു മാ യശാഉ, അവൻ ഇഷ്ടമുള്ളത് അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ആണായി പെണ്ണായി സൃഷ്ടിക്കും. വയഹബു ലിമൻ യശാഉ ദുഖൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ദുഖൂറിനെ കൊടുക്കും, ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുഖ്റാനം വ ഇനാസ, ചിലർക്ക് ആണും പെണ്ണും കൂടെ മിശ്രമായി കൊടുക്കും. ഒരാൺകുട്ടി, രണ്ട് പെൺകുട്ടി, നാലാൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ കൊടുക്കും. ചിലർക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ, ചിലരെ അവൻ വന്ധ്യരാക്കി മാറ്റും, ആൺകുട്ടികളുമില്ല പെൺകുട്ടികളുമില്ല. ഇന്നഹു അലീമുൻ ഖദീർ, അങ്ങനെ കുട്ടികളെ കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? അവനറിയും. ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്തുകൊണ്ട് അവന് കൊടുക്കുന്നില്ല? അതിന്റെ കാരണം അള്ളാഹുവിന് അതിലൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഒരു പക്ഷേ ആ കുട്ടികൾ കിട്ടുന്നതായിരിക്കാം അവന് പരീക്ഷണവും പ്രയാസകരവുമായി മാറുക. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അത് കൊടുക്കാതെയും ഇരിക്കും. അപ്പൊ ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ എന്ത് തീരുമാനമായാലും ശരി, ഈ മനുഷ്യന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നാണ് തുറന്നുള്ള വചനം പറയുന്നത്. മിന്നു തുഫത്തിൻ, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, മനുഷ്യന് കാണുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നുത്ഫയിൽ നിന്നാണ് എന്ന. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, പക്ഷെ എന്നിട്ട് അവൻ എന്തായി? ഇത്ര നിസാരമായ ഇമ്മഹീൻ എന്ന് പറയുന്നുണ്ട്. വളരെ നിസാരമായ ഒരു ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പക്ഷെ അവൻ അള്ളാഹുവിൽ സംശയത്തിലാണ് ഇപ്പോഴും. തന്നെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച്, ആരാണ് സൃഷ്ടിച്ച് എന്നതിനെക്കുറിച്ച് അവൻ ഇപ്പോഴും സംശയത്തിൽ കഴിയുകയാണ്, അവനെക്കുറിച്ച് തർക്കിക്കുകയാണ്. താനിവിടെ നിലനിൽക്കുമ്പോഴും തൻ്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ആരുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കത്തിന് വരുന്ന നിരീശ്വരവാദം പ്രകടിപ്പിക്കുന്ന ആളുകളെ അവഗണിക്കൂ പ്രവാചകരെ എന്നാണ്. തനിക്ക് തന്തയില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. സ്രഷ്ടാവില്ല, ക്രിയേറ്റർ ഇല്ല എന്ന് പറയുമ്പോഴും പിതാവില്ല എന്ന് പറയാൻ അവൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? പിതാവില്ലാതെ പുത്രനുണ്ടാകില്ല എന്ന സാമാന്യ ബുദ്ധി അവൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് എന്തുകൊണ്ട് ആ പിതാവിനെ ഉണ്ടാക്കിയ മറ്റൊരാളുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ അത് അവസാനം അള്ളാഹുവിലേക്ക് എത്തിച്ചേരും എന്നവൻ തിരിച്ചറിയുന്നില്ല. അതാണ് വളറബലനാ മസലം വനസിയ ഖൽഖ, അള്ളാഹുവിന് ഉപമകളെ സൃഷ്ടിക്കുന്ന ആളുകൾ സ്വന്തം സൃഷ്ടിപ്പിനെ, തന്നെ സൃഷ്ടിച്ചവനെ വിസ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾ.
എന്നിട്ട് അവൻ ചോദിക്കുന്നത് കാലം മയ്യുഹയ്യൽ അളാമ വഹിയ റമീം, ഈ നുരുമ്പിപ്പോയ എല്ലുകളെ ആരാണ് ഇനി ഒരുമിച്ച് കൂട്ടുക, ആരാണ് ഇനി പുനഃസൃഷ്ടിക്കുക? ആസിബിന് വായിൽ എന്ന റിപ്പോർട്ടിൽ കാണാം, അല്ലെങ്കിൽ ഉബയ്യബിന് ഖലഫ്, രണ്ടാലൊരാളാണ്. രണ്ടും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ അസ്ഥിയെടുത്ത് അത് കയ്യിലിട്ട് തിരുമ്പിയിട്ട് അവൻ ഊതുകയാണ്. ആ ഊത്തിൽ അത് അന്തരീക്ഷത്തിൽ പാറിപ്പോയി. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അതസ്അമു അന്നല്ലാഹ യബ്അഥു ഹാദാ, ഓ മുഹമ്മദേ, ഇതിനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി പുനഃസൃഷ്ടിക്കുമെന്നാണോ നീ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നഅം യുമീതുകല്ലാഹ്, അള്ളാഹു നിന്നെ മരിപ്പിക്കും, തുമ്മ യബ്അഥുക്, പിന്നെ നിന്നെ പുനഃസൃഷ്ടിക്കും, തുമ്മ യഹ്ശുറുക ഇലന്നാർ, പിന്നീട് നിന്നവൻ നരകത്തിലേക്ക് കൊണ്ടുപോകും. എത്ര നുരുമ്പിപ്പോയാലും ശരി. ഖുൽ വഹിയ റമീം എന്നാണ്. മൻ യുഹയ്യിൽ അളാമ വഹിയ റമീം. ഈ വചനം ഇറങ്ങിയത് അപ്പോഴാണ്, സൂറത്ത് യാസീലുള്ള വചനം. സൂറത്ത് ഖിയാമയിലും അതിനെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്. ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകൾ പോലും കൃത്യമായി സംവിധാനിക്കാൻ കഴിവുള്ളവൻ എന്തുകൊണ്ട് അവന്റെ ദ്രവിച്ചുപോയ എല്ലുകൾ പുനഃസൃഷ്ടിക്കുവാൻ കഴിയില്ല? കുല്ലുബിനി ആദമ യഅ്കുലുഹു തുറാബ് ഇല്ലാ അജബദ്ദനബി മിൻഹു ഖുലിഖ വഫീഹി യുറക്കബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം മക്കളുടെ ശരീരമെല്ലാം മണ്ണ് തിന്നും. അത് എല്ലായാലും ശരി, പല്ലായാലും ശരി, തലയൊട്ടിയായാലും ശരി. പിന്നീട് എന്ത് ചെയ്യും? അതിൽ അവശേഷിക്കുന്ന അജബുദ്ദനബ് എന്നുണ്ട്, ടൈൽ ബോൺ എന്ന് പറയുന്നത്. അതൊരിക്കലും നശിക്കില്ല. എത്ര കോടിക്കണക്കിന് വർഷം മണ്ണിൽ കിടന്നാലും അതൊരു വിത്തായിട്ട് അവിടെ അവശേഷിക്കും. അത് മഴ വർഷിക്കുമ്പോൾ ഫല്യൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ തുമ്മ ശഖഖനൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബ. ഉണ്ടോ? മഴ വർഷിക്കുമ്പോൾ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ? എങ്ങനെയാണ് ആ ഭക്ഷണം ഉണ്ടായത്? ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞുന്നു, ഭൂമി പിളരുന്നു, ആ ഭൂമിക്കടിയിൽ കിടക്കുന്ന വിത്തുകൾ മുളച്ചു പൊന്തുന്നു എന്നാണ്. ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ ഖബറിലേക്ക് വെച്ചാൽ അവന്റെ ശരീരത്തിലെല്ലാം മണ്ണ് തിന്നും, അവന്റെ ടൈൽ ബോൺ ഒഴികെ. അതാണ് അജബദ്ദനബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ഇസ്രാഫിൽ കാഹളത്തിലൂതിയാൽ 2 അല്ലെങ്കിൽ 3 അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ആ അവസാനത്തെ ഊത്ത് കഴിഞ്ഞാൽ സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ, വാനലോകത്ത് നിന്ന് മഴ വർഷിക്കും. ഫയംബുതൂന കമാ യംബുതുൽ ബഖൽ, മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തുകൾ മുളച്ചു പൊന്തുന്നത് പോലെ അവൻ മുളച്ചു പൊന്തും. അങ്ങനെ മുളക്കാൻ അവനിൽ അവശേഷിക്കുന്ന വിത്തെന്താണ്? ഇല്ല ആളുമൻ വാഹിദ, എല്ലാം നശിച്ചിട്ടുണ്ടാകും. പക്ഷേ ആളുമൻ വാഹിദ, ഒരു എല്ലിന്റെ ഒരു ഭാഗം, അതാണ് അജ്ബുദ്ദനബ്. മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യനെ വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നത് ഇതിൽ നിന്നായിരിക്കും. മിൻഹു യുറക്കബു എന്ന
അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് സൂറത്തു ഹജ്ജിൽ. മിൻ നുത്ഫ തുമ്മ മിൻ അലഖ തുമ്മ മിൻ മുദ്ഗ. അവൻ നുത്ഫയാകും, സൈഗോട്ട്, പിന്നത് ബ്ലഡ് ക്ലോട്ട് ആകും, അലഖത്ത്, പിന്നത് മോർസൽ ഓഫ് ഫ്ലഷ് ആകും, മുദ്ഗത്ത്, പിന്നീട് അവൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരും, പിന്നെ അവൻ കുട്ടിയായി വളരും, പക്വത പ്രാപിക്കും, പിന്നീട് അവൻ വൃദ്ധനാകും. അതിനിടയിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ അവൻ നേടിയെടുത്തിട്ടുണ്ടാകും. പക്ഷേ ലിക്കൈലായ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകും. ദീർഘായുസ് ലഭിച്ചാൽ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് അവൻ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഈ ഉപമകൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കാണ് വത്തറല്ലാർലഹാമിത. വരണ്ട് കിടക്കുന്ന ഭൂമിയെ നിനക്ക് കാണാം. ഫഇദ അൻസൽന അലൈഹൽ മാഅ തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഒരു മഴ വർഷിക്കുമ്പോൾ ആ മണ്ണ് വികസിക്കുന്നു, പച്ച പിടിക്കുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുള്ള വൃക്ഷങ്ങളും ചെടികളും പുഷ്പങ്ങളും ഫലവൃക്ഷങ്ങളും അവന് മുളച്ചു പൊന്തുന്നു, അതവൻ കാണുന്നു. എന്തിനാണ് അള്ളാഹു ഇത് പറയുന്നത്? ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. അള്ളാഹു സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. വഅന്നഹു യുഹ്യിൽ മൗത. അവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ്. അതാണ് വഅന്നഹു ഹുവ അമാത വഅഹ്യ എന്ന് പറഞ്ഞത്. അപ്പൊ അവന് ജീവിപ്പിക്കാൻ ഈ നുരുമ്പിപ്പോയ എല്ലുകൾ വഅന്ന അലൈഹി നശ്അതൽ ഉഖ്റ എന്ന് പറഞ്ഞതാണ്. വഅന്ന അലൈഹി, അവന്റെ മേൽ ഉത്തരവാദിത്തം, അവന്റെ ഉത്തരവാദിത്തമാണത്, അവന് കഴിയുന്ന കാര്യമാണ്. അന്നശ്അതൽ ഉഖ്റ, മറ്റൊരിക്കൽ കൂടി അവനെ നിർമ്മിക്കുക എന്നുള്ളത്, ഉൽപാദിപ്പിക്കുക എന്നത് നശ്അത്ത്. അള്ളാഹുവിനെ മഹുവ അഹുവനു അലൈഹിന, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമായി അവന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ കരങ്ങളിലേക്ക് തുപ്പിയിട്ട് സഹാബികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്ന വാക്കാണ്, അന്നാ തുഅ്ജിസുനി വഖദ് ഖലഖതുക മിൻ മിത്ലി ഹാദിഹി. എങ്ങനെയാണ് മനുഷ്യന് എന്നെ വെല്ലുവിളിക്കാൻ, എന്നെ നിഷേധിക്കാൻ, എന്നെ അശക്തനാക്കാൻ സാധിക്കുന്നത്? ഇതേപോലുള്ള ഒരു ദ്രാവകത്തിൽ നിന്നല്ലേ അവനെ ഞാൻ സൃഷ്ടിച്ചത്. ആ ഇന്ദ്രിയത്തുള്ളി എന്ന് പറഞ്ഞാൽ അംഷാജിൻ നബ്തലീഹിന, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളികളിൽ ഒന്നായിരുന്നില്ലേ അവൻ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. 400 മുതൽ 500 മില്യൺ വരെ ഒരു സമയത്ത് ഒരു പിതാവിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ആ സ്പേമിൽ അതിലെ ഒരു കണികയാണ് അവൻ. അതാണ് നുത്ഫത്ത്. അന്ന് ഖുർആൻ പറഞ്ഞൊരു കാര്യമാണത്. പഴയ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഒരു സമയത്ത് സ്രവിക്കുന്ന ആ ഇന്ദ്രിയ മൊത്തത്തിലാണ് മാതാവിന്റെ അണ്ഡവുമായി സംയോജിക്കുന്നത് എന്നാണ്. പിന്നീട് അത് തിരുത്തപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അതിന് 14 നൂറ്റാണ്ട് മുമ്പ് അടിവരയിട്ടു. അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്. അംഷാജ് എന്ന് പറഞ്ഞാൽ മിശ്രിതമാണ്. മാതാവിന്റെ പിതാവിന്റെ ബീജം എന്ന് പറയുന്നത് കട്ടിയുള്ളതും വെളുത്തതുമായ മിശ്രിതം. സ്ത്രീയുടെ അണ്ഡം എന്ന് പറയുന്ന ബുയൈല, നുത്ഫ, ബുയൈല, മനീയ്, അതേപോലെ തന്നെ നേർത്തതാണ്, കട്ടിയില്ലാത്ത ഒരു മഞ്ഞ കളറുള്ളതാണ്. അതാണ് നുത്ഫത്തിൻ അംഷാജ്. ഇങ്ങനെ സംയോജിച്ചിട്ടാണ് അവൻ രൂപാന്തരപ്പെടുന്നത്. അത് ഒരു മനുഷ്യന്റെ തുപ്പലിനോട് സാമ്യമുള്ളതാണ്.
അതുകൊണ്ട് പ്രവാചകൻ കയ്യിലേക്ക് തുപ്പിയിട്ട് അതിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് എന്ന് പറഞ്ഞല്ലോ. മനുഷ്യനെ ഒരൊത്ത ശരീരമായി അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അവന് ബോധമില്ല. ആരാണ് എന്നെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഇത്ര ഉദാത്തമായ ഒരു ഘടനയോടുകൂടി, ഒരു സ്ട്രക്ചറോടുകൂടി എന്നെ സൃഷ്ടിച്ചത് ആരാണ് എന്നവൻ വിസ്മരിക്കുകയാണ്. ബലഗത്തിൽ ഹുൽഖൂം, ആ സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നത് വരെ അവന് ബോധമില്ല എന്നാണ്. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാലോ പിന്നെ അവൻ നിലവിളിക്കും, ആരുണ്ട് എനിക്കൊന്ന് ആശ്വാസം നൽകാൻ, എന്നെ സമാശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? അന്നഹുൽ ഫിറാഖ്, കാരണം അവന് ബോധ്യപ്പെട്ടു എന്നിൽ ഊതിയ, എന്റെ 4-ാം മാസത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് എന്നിൽ നിക്ഷേപിച്ച ആത്മാവ് ഞാനുമായി വിട പറയാൻ പോവുകയാണ്. കണങ്കാലുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന ഭയാനകമായ രംഗം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നവന് ഉറപ്പായി റബ്ബിങ്കലേക്ക് എന്നെ തെളിച്ചു കൊണ്ടുപോകാൻ ഇതാ മാലാക്കന്മാർ വന്നിരിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, അതസദ്ദഖു അന്ന അവാനു സദഖ, ആ സമയത്ത് അവൻ വിലപിക്കുന്നത് ഞാൻ ധർമ്മം കൊടുത്തോളാം എന്ന് പറയുന്ന ആണ്. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല, ഈ ആയത്ത് തുറന്നുകൊണ്ട് അങ്ങനെയാ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ വലാ ഔലാദുക്കും അൻ ദിക്രില്ല എന്ന് പറയുന്ന ആയത്തിലും എന്നെ നീ മടക്കുകയാണെങ്കിൽ ഞാൻ ധർമ്മം കൊടുത്തുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ, ഈ ബോധമൊക്കെ മനുഷ്യന് വേണ്ടത് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പാണ്. കാരണം ഈ ആത്മാവ് വേർപിരിഞ്ഞ് അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, അതാണ് മസാഖ്, അവനിലേക്ക് ചെന്ന് ചേരുന്നു എന്ന് ബോധ്യം അപ്പോ കാണുമ്പോൾ, മലക്കുൽ മൗത്തിനെ കാണുമ്പോഴല്ല, കാണുന്നതിന് മുമ്പ് അദൃശ്യമായ ഒരു വിശ്വാസത്തിലൂടെ അവൻ നേടിയെടുക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും നിസാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വന്ന ഞാൻ അന്ന അലൈഹി നശ്അത്തൽ ഉഖ്റ, മറ്റൊരിക്കൽ കൂടി എൻ്റെ ആത്മാവും എൻ്റെ ബോഡിയും സംഗമിക്കും. അത് അവസാനത്തെ സംഗമമാണ്. അതാണ് നശ്അത്തൽ ഉഖ്റ, അവസാനത്തെ സംഗമം. ഇനി അത് വേർപിരിയില്ല. തുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, മരണത്തെപ്പോലും അവിടെ അള്ളാഹു അറുത്തു കളയുമെന്ന, ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവന്ന് ആ മരണത്തെപ്പോലും അറുത്തു കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ മരണമില്ലാത്ത ലോകമാണ്. ഒന്നുകിൽ സ്വർഗീയ ആനന്ദം, അല്ലെങ്കിൽ നരകയാതന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം ഒരു വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته